നിങ്ങൾ നിങ്ങളുടെ അമ്മയെ അമ്മ എന്നാവും വിളിക്കുക, അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ചില ആളുകൾ പേരൊക്കെ ചേർത്തിട്ടും ഒരു സ്നേഹത്തോടു കൂടി അമ്മ എന്ന് ചേർത്ത് വിളിക്കും. നമ്മുടെ കൂട്ടുകാരന്റെയും കൂട്ടുകാരിയുടെയും അയൽവാസിയായ ആളുകളെയൊക്കെ നമ്മൾ എന്താ വിളിക്കുക? അമ്മ എന്ന് തന്നെ വിളിക്കുക. അതിന് ഞങ്ങൾക്ക് ഒരു നാണക്കേടും ഇല്ല. നമുക്ക് എന്തെങ്കിലും നാണക്കേടുണ്ടോ? ഇല്ല. പക്ഷെ സ്വന്തം ഭർത്താവിന്റെ അമ്മയെ വഴിപോക്കരെയൊന്നും എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നാണം കെടുത്തൊരവസ്ഥ നിങ്ങളാണെങ്കിൽ നോക്കി നിൽക്കുമോ? ഇല്ല ഇല്ലേ. പക്ഷെ ആ പയ്യന് നോക്കി നിൽക്കാതെ വേറൊരു രക്ഷയില്ല എന്നുള്ളതാ. കാരണം എന്താ വെച്ചാല് കെ ഫാമിലി കൃഷ്ണകുമാറിന്റെ മകളെയാണ് അയാൾ കല്യാണം കഴിച്ചിട്ടുള്ളത്. പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. ഇതിനെക്കുറിച്ചിട്ട് കൃഷ്ണകുമാർ തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട്, എന്റെ മകളുടെ പ്രണയമൊക്കെ അല്ലെങ്കിൽ പ്രണയങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഒരു ദിവസം അവൾക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ഞാൻ അനുവാദവും കൊടുത്തു, നല്ല സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, മാന്യമായി വസ്ത്രം ധരിച്ചേ പുറത്തിറങ്ങാവൂ എന്നൊക്കെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയില്ല നിങ്ങൾക്ക്? അപ്പൊ ഓസി ടോക്കീസിനെ കുറിച്ചാണ് പറയുന്നത്. വീട്ടിലത്തെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഓരോ യൂട്യൂബ് ചാനൽ. ഇനി വീട്ടിലെ പെറ്റിന് ചിലപ്പോൾ പോലും ഉണ്ടാവും സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ടുകൾ. ഓക്കെ, അതെന്താവട്ടെ. മാതൃദിനത്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ആ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ചർച്ചയായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. നമുക്കത് കാണാൻ കേട്ടോ. എന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിക്ക് ഞാൻ പറഞ്ഞതിൽ ഒരു കാര്യം ഉണ്ടോന്ന്. പിന്നെ കുറെ പേര് അഫ്കോഴ്സ് ഞാൻ സ്ഥിരം അശ്വിന്റെ ഫാമിലിയുള്ള വ്ളോഗ് എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നേ, അമ്മ അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്ന് വിളിക്കുന്നത്, അതൊന്നും എനിക്കറിയില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീ സോ ഹാപ്പി ദാറ്റ് ഞാൻ അങ്ങനെ വിളിക്കുന്നതില്. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. സ്വന്തം ഭർത്താവിന്റെ അമ്മയാണ് പറഞ്ഞ് വഴി നിൽക്കുന്ന ആളുകളൊന്നും എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ കഴിയില്ല. ബാക്കിൽ ഒരു നിർവാഹം ഇല്ല, കേട്ട് സഹിച്ചിരിക്കുക തന്നെ വഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയാണ്. ഇവൻ എങ്ങനെയാണ് ആ പോസ്റ്റിലേക്ക് കയറി വരുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ആദ്യം ഒരു പ്രണയം ഉണ്ടാവുന്നുണ്ട്. ആ സമയത്തൊക്കെ ഇവർ കൂട്ടുകാരാണ് കേട്ടോ. ആ പ്രണയം പതുക്കെ അങ്ങ് ബ്രേക്കപ്പ് ആവുന്നു. അതിന്റെ പിന്നിൽ പല കഥകളുണ്ട്. അവരുടെ ഒരുപാട് സംഭവങ്ങൾ സോഷ്യൽ മീഡിയ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ ഒരു ഗ്യാപ്പിലേക്കാണ് ഇവൻ വന്നിട്ടുള്ളത്, കല്യാണം കഴിക്കുന്നത്. ഇവർ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചൊരു മനുഷ്യനാണ്. ഇവന്റെ അമ്മ ഒരു ദിവസം അവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള ഒരു വീഡിയോയിൽ ഇവർ മീനമ്മ എന്നൊക്കെ വിളിച്ചിട്ടാണ് പിന്നാലെ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒറ്റയടിക്ക് റീച്ച് അങ്ങ് കൂടി ഭയങ്കരമായിട്ട് ഫേമസ് ആയി. ഇപ്പൊ മീനമ്മയൊന്നുമില്ല, വഴിപോക്കരായി മാറി എന്നുള്ളതാണ്. നമ്മളെ പെറ്റമ്മയെ അമ്മ എന്ന് തന്നെയാണ് വിളിക്കാറ്. അതേപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരുടെ അമ്മമാരെ അമ്മ എന്നല്ലാതെ അവരെ പേര് ചേർത്ത് വിളിക്കുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വിളിക്കുക, എനിക്കതൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ പ്രായത്തിൽ മൂത്ത ആളുകളെ, ഇപ്പോൾ ഒരാൾ വയ്യാതിരിക്കുകയാണ്, പ്രായമായ ഒരാളാണെങ്കിൽ അമ്മ എന്ന് വിളിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുക. അതിനേക്കാൾ വലിയൊരു സ്നേഹമുള്ള വാക്ക് നമുക്ക് വിളിക്കാനില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് ബാക്കിൽ ഒരുത്തെ ഒന്നും പറയാൻ കഴിയാതിരിക്കുന്നത്. ഈ വീഡിയോ പല ഭാഗം ബ്ലറായിരിക്കും. കാരണം ഇനി ആ കുഞ്ഞിനെ എന്റെ ചാനൽ വഴി ഞാൻ കാണിച്ചു എന്ന് പറയണ്ട എന്ന് കരുതിക്കൊണ്ടാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് പ്രാന്താണോന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കത്തില്ല, കാരണം തോന്നിയിട്ടില്ല. അയാൾ എന്റെ അച്ഛനെ വിളിക്കുന്ന അങ്കിളെന്നും അമ്മയെ വിളിക്കുന്ന ആന്റിന്നുമാണ്. പക്ഷെ അത് ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. വിദ്യാഭ്യാസം പണം കൊടുത്ത് വാങ്ങിയ ആളുകളാവും ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവുക. എന്റെ അച്ഛനെ അമ്മയും വേറൊരാൾ അച്ഛ അമ്മ എന്ന് വിളിക്കുമ്പോൾ എനിക്കത് കുറച്ചിലായിട്ട് തോന്നുന്നൊക്കെ. എന്താ ചെയ്യാ കൃഷ്ണകുമാർ സാർ, നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ത്യജിക്കാൻ പോലും തയ്യാറായിട്ടുള്ള ഒരു സംഖ്യയല്ലേ. സംഖ്യ എന്ന് പറയുമ്പോൾ തന്നെ അഭിമാനമാണെന്ന് പറയുന്ന നിങ്ങളുടെ മക്കളാണ് ഇങ്ങനെ പറയുന്നത്. പ്രായമായ ആളുകളെ അമ്മ എന്നും അച്ഛ എന്നൊക്കെ നമ്മൾ സ്നേഹം കൊണ്ട് വിളിക്കുന്നതാ. അതൊക്കെ ഒരു തെറ്റായിട്ടൊക്കെ ബേ എന്നൊക്കെ വിളിക്കുമ്പോ വളരെ മോശം, വളരെ മോശം. എല്ലാവർക്കും അവരവരുടെ അമ്മ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. എനിവേസ്, ഇല്ല എങ്കിലും മറ്റുള്ള ആളുകളൊക്കെ പോയി വിളിച്ചോളൂ. സ്വന്തം അമ്മയെ, ഞാൻ എന്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കുന്നു, എന്റെ കൂട്ടുകാരന്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കുന്നതിന് എനിക്ക് യാതൊരു സങ്കടവും ഇല്ല. എനിക്കത് അഭിമാനം മാത്രമേ ഉള്ളൂ എന്നാണ്. കാരണം നമ്മൾ അമ്മയുടെ സ്ഥാനം വെച്ചിട്ടാണ് അവരെ കാണുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടത് നല്ലതാ. പിന്നെ ഉമ്മാന്റെ കാലടി പാതയിലാണ് സുവർഗം ഓർത്തോളി, കേട്ടിട്ടില്ലേ? ഉമ്മാന്റെ കാലടി പാതയിലാണ് സുവർഗം ഓർത്തോളി. പ്രായമായ ആളെ അമ്മ എന്ന് വിളിച്ചത് കൊണ്ടോ പ്രായമായ ഒരാളെ അച്ഛ എന്ന് വിളിച്ചത് കൊണ്ടോ ഈ ഭൂമി ഒന്നും ഇടിഞ്ഞു വീഴില്ല. പക്ഷെ ഇത് സോഷ്യൽ മീഡിയയിൽ ഈ ദിവസം തന്നെ പറയാൻ നിങ്ങൾ ആ ഒരു മനസ്ഥിതി ഉണ്ടല്ലോ, അത്ഭുതകരമാണെന്ന് പറയേണ്ടി വരും. ഇതിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് താഴ്ന്നു പോയി എന്ന് നിങ്ങൾ കമന്റ് ബോക്സ് നോക്കിയാൽ കാണാൻ കഴിയും. ഒരുപാട് ആളുകൾ കമന്റ് ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ അൺസബ് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അമ്മ അത് ഡയലോഗ് അല്ലേ അടിച്ചിട്ടുള്ളത്. സ്വന്തം ഭർത്താവിനെ പോലും നിങ്ങൾ എങ്ങനെ കാണുന്ന വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നാളെ ഓമി കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു. അപ്പൊ ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവനോട് ചോദിക്കും, അപ്പൊ ഞാൻ ആരെന്ന് ഞാൻ ഉറപ്പായിട്ടും ചോദിക്കും. എനിക്കിപ്പോ ഓമി വേറൊരാളെ പോയി അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും.
എനിക്ക് എന്നെ മാത്രം വിളിച്ചാൽ മതി അമ്മ. വേറെ ആരെയും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ അശ്വിന്റെ അമ്മയ്ക്കായാലും എന്റെ അമ്മയ്ക്കായാലും എല്ലാവർക്കും അവരവരുടെ പിള്ളേർ അമ്മ എന്ന് വിളിക്കുന്നതായിരിക്കത്തില്ല ഇഷ്ടം. എല്ലാരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. കാവിലെ അമ്മയാണ്. സ്ത്രീകൾക്ക് അത്രത്തോളം റെസ്പെക്ട് കൊടുക്കണം എന്നാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടന പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ഓരോ മതഗ്രന്ഥവും പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ഓരോ മനുഷ്യനും പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മാതാപിതാ ഗുരു ദൈവം നമ്മൾ പഠിച്ചിട്ടുള്ളത്. മാതാവ് എപ്പോഴും മുന്നിലാ. അതെ കാവിലെ അമ്മയായിട്ട് തന്നെയാണ് കാണും ഞങ്ങള്. എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അമ്മ എന്നൊരാളെ വിളിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റെസ്പെക്ട് ആയിരിക്കും അത്. ഒരു ഉളുപ്പില്ലാതെ ഈ മാതൃദിനത്തിൽ നിങ്ങൾക്ക് എങ്ങനെ അത് പറയാൻ കഴിയുന്നു? തൊണ്ട അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചില സമയത്ത് ഒരു കട്ടിങ് വരുന്നത്. സംസാരിക്കുന്നതിനിടയിൽ ചില വാക്കുകൾ പറയാൻ കഴിയുന്നില്ല, അപ്പോൾ ഇതിനകത്ത് കട്ടായി പോവുക. പക്ഷെ ഈ വിഷയം പറയാതിരിക്കാൻ കഴിയില്ല. അമ്മയേക്കാൾ വലുതായിട്ടൊന്നുമില്ല, പെറ്റമ്മയേക്കാൾ വലുതല്ല ഒന്നും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ സമയത്താണ് ഇമ്മാതിരി ഊളത്തരം. ഇനി ഞാൻ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം, കുറച്ച് പഴയ വീഡിയോ ആണ്. അതായത് ഇവരുടെ അമ്മായിയമ്മയെ എന്താ വിളിക്കുന്നതെന്ന് കേട്ടോ. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഉറക്കത്തിൽ ഇങ്ങനെ എണീച്ചതേ ഉള്ളൂ. ചെറിയ ഹെഡേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, ഷെഫ് മീനമ്മ. അതും വെറും കൈയോടെ അല്ല വന്നേ, കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ കറക്റ്റായിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇഡ്ഡലിയും മുറുക്കൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. മുറുക്ക് ഞാൻ കുറേ ചോദിച്ചു, അങ്ങനെ കിട്ടി. എനിക്ക് മുറുക്ക് കഴിക്കാൻ കൊതിയായിട്ട് വയ്യായിരുന്നു. അശ്വിൻ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കൂ പ്ലീസ്. ഓക്കെ, മീനമ്മ വന്നിട്ടുണ്ട്. ഷെഫ് എന്തൊക്കെ തിന്നാൻ കൊടുത്തിട്ടുണ്ടെന്നാ പറയുന്നത്. ഇതാണ് അശ്വിന്റെ അമ്മ കേട്ടോ. ഈ അമ്മയെ അമ്മ എന്ന് വിളിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ താല്പര്യങ്ങളായിരിക്കും, പക്ഷെ സോഷ്യൽ മീഡിയയിൽ കൊടുത്ത് വിളമ്പുമ്പോൾ ഇതൊക്കെ വിലയിരുത്തുന്ന ആളുകളുണ്ട് എന്നുള്ളതാ. നിങ്ങളെ BJP അനുഭാവികളോ BJPക്കാരോ RSSകാരോ പോലും നിങ്ങളെ ഒരിക്കലും ഈ വിഷയത്തിന് സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ കാര്യമായിട്ട് പറയാം. നിങ്ങൾ വേറെ എന്ത് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യും, ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യില്ല. കാരണം പെറ്റമ്മയേക്കാൾ വലുതല്ല ഈ ഭൂമി എന്ന് മനസ്സിലാക്കുന്നവരാണ് ഓരോ മനുഷ്യന്മാരും. സംഘികൾക്ക് പിന്നെ പ്രത്യേക രാജ്യസ്നേഹമാണല്ലോ. ഇപ്പൊ അമ്മ എന്നാ വിളിച്ചത്, മീനമ്മ. ഒന്നുകൂടി കേൾക്ക വേണമെങ്കിൽ. ഇഡലിയും മീൻ കറിയും സാപ്പിടയാ ഞാൻ ട്രൈ ചെയ്തു. എൻ്റെ അച്ഛൻ മീനമ്മയ്ക്കായിട്ട് കൊടുത്തു വിട്ടിരുന്ന ഡ്രൈ ഫിഗ്, ഡേറ്റ്സ്, ആൽമണ്ട്സ് ഒക്കെ ഉണ്ട്. അച്ഛൻ ദുബായ് പോയിട്ടുണ്ടപ്പോൾ കൊണ്ടുവന്നു. അപ്പോൾ എന്നെ വീട്ടിൽ പാത്രത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ചോക്ലേറ്റ്സ് ഞാനോ അശ്വിനോ മീനമ്മ അശ്വിൻ്റെ അച്ഛൻ ആരും കഴിക്കാറില്ല വലുതായിട്ട്. അതുകൊണ്ട് അത് വെച്ചില്ല. ഞാൻ തന്നെയാണ് അത് വേണ്ടാന്ന് പറഞ്ഞത്. കാരണം അത് വെറുതെ വേസ്റ്റ് ആവും. അപ്പോൾ ഇത് മൊത്തം നമുക്കൊന്ന് കവറിലാക്കി മീനമ്മയ്ക്ക് കൊടുക്കാം. എത്ര തവണയാണ് മീനമ്മ എന്ന് വിളിച്ചത്? ഇപ്പോ കുറച്ചിലായിപ്പോയി. കാരണം അത്യാവശ്യം നല്ല സാമ്പത്തികമായിട്ടുണ്ട്, നല്ല റീച്ച് ഉണ്ട്. ഇപ്പൊ മീനമ്മ എന്നൊക്കെ വിളിക്കണത് കുറച്ചിലായിട്ട് തോന്നുന്നുണ്ടാവും. ഞാൻ പ്രായമായ ഒരാളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവരോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അവരെ അമ്മ എന്ന് ചേർത്ത് വിളിക്കുന്നതിൽ എനിക്ക് യാതൊരു തെറ്റുന്നതായിട്ട് തോന്നിയിട്ടില്ല. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ അങ്ങനെ സംസാരിച്ച ഒരു വ്യക്തിക്കും അതൊരു കുറച്ചിലായിട്ട് തോന്നിയിട്ട് പോലില്ല എന്നുള്ളതാണ്. കൂട്ടുകാരന്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കാൻ തന്നെയാണ് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അമ്മ എന്ന വാക്കിന് അത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്, അത്രത്തോളം ഇഷ്ടമുള്ള വാക്കാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അമ്മായിയമ്മയെ അമ്മായിയമ്മ എന്ന് വിളിക്കണോ അമ്മ എന്ന് വിളിക്കണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കാം. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത് വിളമ്പുമ്പോൾ എത്രത്തോളം ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, എത്രത്തോളം ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇപ്പൊ കുറെ ആളുകൾ വന്ന് കിടന്ന് കരയും ചിലപ്പോൾ ഇതിനിടയിൽ. അങ്ങനെ വിളിച്ചില്ലെങ്കിൽ നിനക്കെന്താ അതെന്താന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയതുകൊണ്ട് മാത്രമാണ് ഈ കണ്ടന്റ് അടുത്ത് ചെയ്തത്. എല്ലാവരും ചെയ്തതിന് ശേഷമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, അല്ലെ? നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നേ പറയുന്നുള്ളൂ, അമ്മയേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല ഈ ഭൂമിയിൽ എന്ന് വിശ്വസിക്കുന്ന നമ്മളുടെ മുന്നിൽ ഭർത്താവിന്റെ അമ്മയെ എന്താ പറഞ്ഞേ, വഴിപോക്കരായിട്ടാണ് കാണുന്നത്. അത് നല്ലൊരു പ്രവണതയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. എന്നെ കൊണ്ടത് കഴിയില്ല. അതുകൊണ്ടാണ് ഉമ്മാന്റെ കാലടി പാതയിലാണ് സ്വർഗം ഓർത്തോളി. ഒരിക്കൽ നിങ്ങളൊക്കെ മനസ്സിലാക്കും. ഇപ്പൊ ഇവൾക്ക് ഒരു കുഞ്ഞു വളർന്നു വലുതാവുന്നുണ്ടല്ലോ അല്ലെ? ആ കുട്ടി വളർന്നു വലുതായി വരുമ്പോ ആ കുട്ടി ചിലപ്പോ മറ്റുള്ള ആളുകളെ ആരെങ്കിലും അമ്മ എന്ന് വിളിക്കുമ്പോൾ ആ നെഞ്ച് തകർന്നവിടെ കിടക്കും. നിങ്ങൾ അത്രേ പറയുന്നുള്ളൂ. നല്ല മൂല്യങ്ങൾ പഠിപ്പിച്ച് വളർത്തണം നമ്മളെ മക്കളെ. കൃഷ്ണകുമാർ ഇതൊക്കെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കുട്ടികൾക്ക് സ്വാതന്ത്ര്യമൊക്കെ വാരിക്കോരി കൊടുത്തു, പക്ഷെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മറന്നുപോയി. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.